കല്യാണ കച്ചേരി തുറച്ചു കഴിഞ്ഞോടാ എല്ലാം 101 ഇല തൂത്ത് തുടച്ചു വെച്ചിട്ടുണ്ട്. നല്ല ആളെയാ തൂക്കാൻ. പിന്നെ കൃത്യമായിട്ട് ചെയ്യുമ്പോ എങ്ങനെ കീറി പോകും. എടാ ഇത് കഴിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് വേറെ ഒന്നിനല്ല. ചേട്ടാ അവിടെ എല്ലാം സെറ്റ് അല്ലേ? ഡയാന, നീ വാഴയിലയിൽ തോരണം ഉണ്ടാക്കിയതാ? എന്റെ പൊന്നെ എനിക്കറിയില്ല. ചേട്ടൻ ഓർത്ത് ചെയ്തേണത്. ഇതിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനേ. പക്ഷെ ഇനി സ്കിറ്റ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ. നമ്മളുണ്ടല്ലോ. വേണ്ട അത് ചെയ്യണ്ട. അത് അറിയാവുന്നവര് ചെയ്യട്ടെ, നമ്മൾ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്ത് അറിയാവുന്ന കുറച്ച് ആൾക്കാരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇടവേള ബാബുവിന് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായി ഞാൻ വന്നിരിക്കുകയാണ്. ഇടവേള റാഫി. ആളുണ്ടോ? പിന്നെതാ ഇരിക്കുന്നു ചേട്ടാ. എണീറ്റോ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ചേട്ടാ. അല്ല, നമ്മുടെ മറ്റേ ഒരു നല്ല സുന്ദരിയായ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ വസന്ത പഴയന്നൂരല്ലേ? എവിടെയാ ചേച്ചി? വരുന്നത് ചേച്ചി. ചേച്ചിയും കയ്യിലും ഇതൊക്കെ എടുക്ക. ഇവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അല്ലേ, സാരമില്ല. നിങ്ങൾ അങ്ങോട്ട് ചേർന്ന് നിക്കുന്നേ. എന്താ കല്യാണം കഴിപ്പിക്കാനാണോ? നിങ്ങളല്ലേ ഉള്ളൂ. ആ ശരി. അപ്പൊ എന്തായാലും റെഡി അല്ലേ നിങ്ങള്? അതെ, റെഡിയാണ്. ടീമായിട്ട് സെറ്റ് ആണ്. ടീമായിട്ട് ഞങ്ങൾ ടീമിൽ പ്രധാനപ്പെട്ട ഒരാൾ കൂടി വരാനുണ്ടല്ലോ. ഇനിയുണ്ടോ ആൾക്കാര്? അപ്പൊ നിങ്ങൾ ഇറക്കുന്നു? ഞങ്ങൾ ഇറക്കുന്നു ഈ വർഷത്തെ പുതിയ പ്രൊഡക്റ്റ് മഹേഷ് കുറ്റിപ്പുറം. നല്ല റിച്ച് പ്രോഡക്റ്റ്. രംഗണ്ണൻ കൊള്ളാം. ഇത് പൊളിക്കും. അപ്പൊ ബാറ്ററി ഇവിടുന്ന് പവർ തന്നെ ഒന്ന് കേറിയിട്ടുണ്ട്. ചിരിപ്പിച്ച് എത്രത്തോളം ബാറ്ററി ചാർജ് ചെയ്യാന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ചിരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാർ. ചിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ബാറ്ററി എടുത്ത് റെഡിയാണോ എന്നൊന്ന് ചോദിച്ചേ. ബാറ്ററി റെഡിയാണോ? ബാറ്ററി റെഡിയാണോ? ആ, ബാറ്ററി എവിടെ? റെഡി. അപ്പൊ ചാർജ് ചെയ്യാൻ നിങ്ങൾ റെഡി ആക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, ഇത് ഞാനാ ബെറ്റുവാസു. എടാ, ബസ് വിറ്റൂന്നല്ല, ബെറ്റുവാസു. നാളെ എന്റെ മോളുടെ കല്യാണാണ്. കല്യാണത്തിന് ഈ വരണം. തലേദിവസം പറഞ്ഞിട്ട് വരാതിരിക്കരുത്. ഇനി അഥവാ ആ മനസ്സിൽ ആ ഗർവറ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ. എന്റെ പ്രശ്നമൊന്നുമില്ല. എന്നാലും 2 കല്യാണത്തിന്റെ ആള് എന്റെ വീട്ടിലുണ്ട്. വേണമെങ്കിൽ ഇതൊന്ന് ബെറ്റ് വെച്ചോ. ബെറ്റ് വെക്ക്. അയ്യോ, എന്റെ അമ്മോ. എന്റെ വാസോട്ടാ, ഈ കയ്യും കാലൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നടന്ന എങ്ങനെ? നാളെ കല്യാണല്ലേ? നാളെ കല്യാണമാണ് മോളെ. എന്തായാലും 8 കൊല്ലായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട്. പക്ഷെ എന്റെ കൈവറ എപ്പോഴും മാറ്റില്ല. അതെന്താന്നറിയോ? വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എന്നും ബെറ്റ് വെക്കണം. ഈ ഒരു ബെറ്റ് വെച്ച് എന്റെ കൈവറ ഒന്നും മാറ്റി. എന്നാ ഞാൻ തന്നെ വെക്കല്ലേ. എന്റെ ബെറ്റ് ഇപ്പൊ ശരിക്കും ബെറ്റ് സമാധാനായത്. വിജയിച്ചിട്ടുണ്ട്. എന്റെ ബെറ്റ് വിജയിച്ചിട്ടുണ്ട്. എടി, കഴിഞ്ഞ ആഴ്ച തെക്കുംപുറത്ത് അമ്പലത്തില് ആനടിയെന്ന് പറഞ്ഞില്ലേ? ഈ ആന അടഞ്ഞില്ലേ? അപ്പൊ എന്റെ ബെറ്റ് വിജയിച്ചില്ലേ? അത് ആന്റെ വാലിൽ ആരോ കടിച്ചിട്ടല്ലേ? അത് ഈ ആരോടും പറയണ്ട. ബെറ്റ് വിജയിക്കാൻ വേണ്ടിട്ടേ ആനവാലി ഞാൻ തന്നെ കടിച്ചതാ. ഇന്നലത്തെ ബെറ്റിൽ തോറ്റില്ലേ? ഇന്നലത്തെ ബെറ്റിൽ എങ്ങനെ തോൽക്കണേ? ഇന്നലെ തിയേറ്ററിലേ എന്റെ അച്ഛനെ ഞാൻ സിനിമ കാണാൻ വന്നപ്പോ കൂകി അടിക്കുന്നു പറഞ്ഞേ നിങ്ങള്. ഞങ്ങള് എത്ര കൂകി അടിച്ചില്ലല്ലോ. ബെറ്റ് തോറ്റെന്നാ എന്റെ വിചാരം. എന്റെ ബെറ്റ് തോൽക്കൂല. ഈ ഇങ്ങോട്ട് പോന്നപ്പോ 2 ആളിനെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടു വിട്ടിട്ടുണ്ട്. ഓലിപ്പോ അച്ഛനെ അടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ടോ? അല്ല, കിടക്കണം. അത് നമ്മളെ പുരുഷേട്ടെ. ഏത് പുരുഷേട്ടൻ? എന്റെ ഏട്ടും പുരുഷേട്ടെ. അനക്ക് ഓർമ്മണ്ടാ? ഇജ്ജ് പണ്ട് തേച്ച പുരുഷേട്ടനാണ് കിടക്കണത്. അതെ, തേക്കാനുള്ള നല്ല കാരണമുണ്ട്. അതെന്താ? എന്താന്നറിയോ? പണ്ട് എന്നെ പ്രേമിച്ച് കിടക്കണ കാലത്തെ പുറത്ത് കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്ന് എന്റെ വീടിന്റെ പടിപ്പുറത്ത് പോയിരുന്ന് കഴിച്ചാളാ. പിന്നെ എങ്ങനെ തേക്കാണ്ടിരിക്കും? അപ്പൊ ഇന്ന തേച്ചതോ? നിങ്ങളെ തേച്ച കാര്യം പറയാണ്ടിരിക്കാൻ നല്ലത്. ഞാനിതുപോലെ കെട്ടിയൊരുങ്ങിയിരുന്നിട്ട് നിങ്ങൾ ലുല്ലുമാള് കാണിച്ചു തരാന്ന് പറഞ്ഞു. നിങ്ങൾ പോട്ടെ കാണിച്ചു തന്നെ എനിക്ക്. പിന്നെ ഈ പഴം മുഴുകിയതിനെ വിളിച്ചേ പുരുഷേട്ടാ. കാര്യം പറയട്ടെ. ഈ തേച്ചതിന് ശേഷം പുരുഷേട്ടന് പെണ്ണുങ്ങളെ കാണാൻ തേച്ചാ മനസ്സിലായ? പെണ്ണുങ്ങളോട് അത്ര കലിയാ. പിന്നെ അയാളിപ്പോ അങ്ങനെ കിടന്നോട്ടെ, അയാൾ നടക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ സദ്യക്ക് കൊടുന്ന ഇലല്ലേ, അതിങ്ങനെ തുടക്കായിരുന്നു. അതിൽ 2 എണ്ണം കീറി. 2 അല്ല 6 ഇല കീറി. 6 ഇല കീറി. അത് കൊണ്ടുപോയിട്ട് സെല്ലോ ടാപ്പ് ഇട്ട് ഇങ്ങനെ ഒട്ടിച്ച്. സെല്ലോ ടോപ്പ് പരാജയപ്പെട്ടു. നേരെ ടൈലർ ഷോപ്പിൽ കൊണ്ടുപോയി കംപ്ലീറ്റ് സ്റ്റിച്ചിട്ടു. എന്നിട്ട് അത് പോരാന്നറിയോ? അവർ പറഞ്ഞു ഓവർലോക്ക് സേഫ്. അന്നേരം ഓവർലോക്ക് ഇപ്പൊ സേഫ്. 5 പൊട്ടില്ല. അല്ല, നാളെ കല്യാണല്ലേ, പെണ്ണിന് എന്തൊക്കെ കൊടുക്കണ്? കല്യാണ പെണ്ണ് എല്ലാരും കൊടുക്കണ മാതിരി സാധാരണ ഭക്ഷണം തന്നെ കൊടുക്കാം. അല്ലാതെ ഇപ്പൊ അവൾക്ക് മാത്രം ബിരിയാണി കൊടുക്കാൻ പറ്റൂലല്ലോ. സ്വർണം കൊടുക്കേണ്ട കാര്യം. സ്വർണം കൊടുക്കേണ്ട സ്വർണ്ണല്ലേ ഈ ഇരിക്കുന്നത്. ഇതെന്താ നിങ്ങൾ എടുത്തിട്ടേക്കണ്? എടി, ഇവിടെ കള്ളന്മാരുടെ ഭയങ്കര ശല്യ. ഞാൻ അത് ഓരെടുത്തോണ്ടല്ലോ വെച്ചിട്ട് ഞാട്ടതാണ്. അന്നിപ്പോ വേറെ കള്ളനെ അന്വേഷിക്കണ്ടല്ലോ. അല്ല, അതല്ല, ഈ പൊന്നും പൂവൊക്കെ ഇതൊക്കെ എവിടെ നമ്മൾ എടുത്തു? അതൊക്കെ ഏട്ടനോട് ചോദിക്കണം. ഏട്ടനാവുമ്പളേ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഞാൻ ചോദിക്കട്ടെ. ചോദിച്ചോ. അതെ,
ബസ് ആ ബസ്സാനും കാറാനും കുറച്ച് മാറിക്ക്, സാമൂഹ്യ അകലം മാറിക്കാൻ. അതല്ല പൂവ് എവിടെ വെക്കണ്ടേന്ന്. എടേ എന്റെ ഈ മൊട്ടത്തലയിൽ വെച്ചടി. ആ, പൂവും പൊന്നും ചേനയും കാവത്തൊക്കെ വെക്കാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല കോമഡി. പക്ഷെ ചിരിച്ചെന്റെ ക്യാരക്ടർ പോയി, ഞാൻ ചിരിക്കണില്ല. താലം പൂവ് എവിടെ വെക്കാന്ന്. കാലപൂവേ ആ. എങ്ങോട്ട് പോണ്? നാളത്തെ കല്യാണം കഴിഞ്ഞ് മറ്റന്നാളത്തെ വിരുന്നും കഴിഞ്ഞിട്ട് പോയാ മതി. അത് പോയാലേ ഞാൻ വിടുള്ളൂ, അല്ലെങ്കിൽ പെറ്റി വെച്ചോ. എന്റെ പുരുഷേട്ടാ മാറി നിക്കടി. ദോ. ദാ. പ്രവിജ വെള്ളാഞ്ചേരി. പെണ്ണുങ്ങളായിട്ട് ബന്ധമില്ല, നീ ഏട്ടൻ സംസാരിക്കും. തന്നെ പറഞ്ഞോ. എനിക്ക് ബന്ധമില്ല, നീ സംസാരിക്കേ. ആ പ്രവിജേ ഇങ്ങോട്ട് പോരെ, കല്യാണത്തെ തലേദിവസം പോരെ. അന്നെ ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല, ഉമ്മ. ഈ പ്രവിജ വെള്ളാഞ്ചേരി ഒറ്റ നമ്പറെ പെണ്ണിന്റെ ഉള്ളൂ. ആ നമ്പർ ഡിലീറ്റ് ചെയ്യ്. നീ ഒരു പെണ്ണിന്റെ നമ്പർ വേണ്ട, ഡിലീറ്റ് ചെയ്യ്. ഫോൺ തുടക്കേ, നല്ല അമർത്തി തുറക്കണോ, പോക്കറ്റിലിട്ടോ. ഒന്നിങ്ങോട്ട് മാറിക്കേ. എന്റെ പുരുഷേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളൊന്നിങ്ങോട്ട് വരേ. കാര്യം എന്താ? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പുരുഷേട്ടനെ തൊടരുത്. പുരുഷേട്ടൻ പെണ്ണുങ്ങൾ തൊട്ട അപ്പ കരയും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എറണാകുളം പോയി വരുമ്പോ ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണ് അറിയാതെ തൊട്ട്. അന്നങ്ങട്ട് കരഞ്ഞില്ല. ആ കരച്ചില് 2 ദിവസം കരഞ്ഞി. 3 ദിവസം. ഈ കരച്ചിൽ നിർത്തണമെങ്കിൽ ഇനി ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ മേടിച്ചു കൊടുക്കണോ? എന്നിട്ട് ഞാനൊരു കളിക്കുന്ന കളിപ്പാട്ടായ ലോറി, JCB, ഒരു കാർ, ഇത് 3 മേടിച്ചു കൊടുത്താ കരച്ചിൽ മാറ്റി. അതെ, ഞാൻ കിൻഡർ വാങ്ങിച്ചു തരാം. മിഠായി, ചോക്ലേറ്റ്. വിസിൽ വന്ന ഒരു കാര്യണ്ട്, 100 ഉൾപ്പെടെ മേലെ പോവും. അതെ, പിന്നെ രണ്ടാമത്തെ വിസിൽ വന്ന് 200 ഉറുപ്പ്യായി. മൂന്നാമത്തെ വിസിലായി 300 ഉറുപ്പ്യ. എന്റെ അടുത്ത് നാളെ 500 രൂപ വണ്ടിക്കൂലിക്ക് പോവാനുള്ളതാ. ഞാൻ ബിരിയാണി വാങ്ങിച്ചു തരട്ടെ. പിന്നെ എന്താ വേണ്ട? ഏട്ടാ ഏട്ടനിക്ക് ഇതൊന്നും അറിയാത്ത കാര്യം ഏട്ടാ, ഇതൊന്നും പറയണ്ട. നരകത്തിലെ കോഴി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഈ കോഴിയുടെ മൂട്ടിൽ കൂടി ഒരു കമ്പിണ്ട് കയറ്റിട്ട് ഈ തീരിട്ട് ഇങ്ങനെ തിരിക്കൂലേ, അതാണ് നരകത്തിലെ കോഴി. ആ സുണ്ട് സുണ്ട് എനിക്കറിയില്ലേ? സുണ്ട് സുണ്ട്. അതെ, നരകത്തില് സ്വർഗത്തില് എന്തോ ആയിക്കോട്ടെ, വാങ്ങിച്ചെന്ന പോരെ. വാങ്ങിച്ചു തരാ. ഉറപ്പല്ലേ? ഉറപ്പ്. പണ്ടത്തെ പോലെ തേക്കോ? ഇല്ല, എന്റെ പുരുഷേട്ടനെ ഞാൻ തേക്കൂല. പണ്ട് എനിക്ക് വിവരമില്ലാണ്ട് ഞാൻ തേച്ചു പറഞ്ഞു. ഞാൻ തേക്കൂല. ഒന്നു പോലെ നോക്കിക്കോളാം. കേട്ടോളൂ, എന്റെ വഷു പറഞ്ഞ് കേട്ടോ. എന്ത്? അവളെ എന്റെ പൊന്നു പോലെ നോക്കും, എന്നെ തേക്കില്ല എന്ന് പറയുന്നു. നീ എല്ലാരും പറ്റക്കണല്ലേ? ഡാ, ആണാണ് എനിക്ക് വെക്കണ പറ്റ, അവള് ഇനി തേക്കൂല. ഈ ബെറ്റിന് ഞാനില്ല, തോൽക്കാനും ഞാനില്ല. ഓൾ എന്തായാലും ഏട്ടൻ ഇഞ്ഞും തേക്കും, അതെനിക്ക് ഉറപ്പാ. ബെറ്റ്. ബസു ഈ ക്യാരക്ടർ അടിപൊളിയാന്ന് തോന്നിയിട്ടുണ്ടോ? റാഫി ചേട്ടൻ ഉടനെ മറ്റേ വട്ടിയൂർക്കാവ് അജിത് കുമാർ വിളിക്കും. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇല്ലേ? പുള്ളി സ്ത്രീ വിരോധിയാണല്ലോ. ഉടനെ വിളിക്കും. അല്ല, എന്ന് വെച്ചാൽ ഭയങ്കര ലുക്കാണ്. അതായത് ഈ പറഞ്ഞ പോലെ കട്ട വീഴ്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കരച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് ചിരിച്ചു പോരും. താങ്ക് യു. സന്തോഷം. അല്ല, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ല, എന്തൊരു കയ്യടി തായേ കറക്റ്റ് ആണെങ്കിൽ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? കറക്റ്റ് തന്നെയാ പറഞ്ഞത്. റാഫി ചേട്ടന്റെ ആ ഒരു 2 പേഴ്സണാലിറ്റി കാണിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഭയങ്കര ഒരു ഗാംഭീര്യത്വം, പിന്നെ മറ്റേത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കളി ഭയങ്കര ക്യൂട്ടായിരുന്നു. ആ കുട്ടിക്കളീന്റെ ഭയങ്കര എല്ലായിരുന്നു. ചേച്ചി ആദ്യമായിട്ടാണോ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്? കോമഡി മാസ്റ്റർ ഞാൻ ആദ്യമായിട്ടാണ്. അതാണോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ, പിന്നെ നമ്മുടെ കുട്ടിപ്പുറം ചേട്ടൻ സൂപ്പറായിരുന്നു, നന്നായിരുന്നു. കുറച്ചൊരു സ്പീഡാണ് നിങ്ങളുടെ ഡയലോഗ് ഡെലിവറി, അതല്ലാതെ ബാക്കി നന്നായിരുന്നു. ബാറ്ററി ചാർജ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പക്ഷെ എന്തായാലും കോമഡിയിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും. ഓൾറൈറ്റ്, താങ്ക് യു. നോബി ചേട്ടാ, ഇത് ആദ്യത്തെ ഒരു ട്രയൽ ചാർജിങ് നോക്കിയാൽ മതി. അടിപൊളിയായി. അടുത്ത പ്രാവശ്യം ഗംഭീരമാകും. പിന്നെ ചേച്ചി ഇടവിള റാഫി നമ്മുടെ മാ അസോസിയേഷനിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അതെ, കുറെ പരിപാടി ചെയ്യുന്നുണ്ട്, കുറെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ കലാഭവൻ അധ്യാപകനല്ലേ? മിമിക്രി പഠിപ്പിക്കുന്ന ആളെ കൂടിയാ. മിമിക്രി പഠിപ്പിക്കുന്നു പറഞ്ഞോണ്ട് എനിക്ക് ഇവിടെ മിമിക്രി ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര വൈറലായി. മയിലിന്റെ ഒച്ചയായിരുന്നു. അപ്പൊ അതുപോലെ മിമിക്രി പഠിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഒരു 2 വോയിസ് ഏറ്റവും ബെസ്റ്റ് ചേട്ടൻ എടുക്കുന്ന 2 വോയിസ്. എന്നെ പഠിപ്പിക്കണ്ട, ചേട്ടന്റെ വക പിന്നെന്താ സ്പോട്ടിൽ പഠിപ്പിക്കല്ലേ? നമ്മളെ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞ പോലെ ഫാസ്റ്റ് മിമിക്രി സ്പോട്ടിൽ പഠിപ്പിക്കും. ഒരു ഐറ്റം പഠിപ്പിച്ചോട്ടെ.
റെഡി. അപ്പൊ നമ്മുടെ ചുണ്ടിന്റെ മുകളിൽ എന്തെങ്കിലും കരടി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ആക്കി നോക്കും. ആ ഓക്കെ. അപ്പൊ ഞാന് മലബാറിന്റെ ഒരു കലാരൂപമായ ദഫ്മുട്ട പഠിപ്പിക്കാൻ പോകുന്നത്. ദഫ്മുട്ട പഠിപ്പിക്കാൻ പോകണേ. റെഡി. ചുണ്ടിന് മുകളിൽ ഒരു സംഗതി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും. ശരി. അപ്പം തുപ്പിക്കുക. നമ്മളെ ഒരു 3 വട്ടം അപ്പം തുപ്പിക്കുക. താളത്തിൽ തുപ്പണേ. ഞാനൊരു പാട്ട് ഇട്ടുതരാം. ഓക്കെ. താളത്തിൽ ടിൻ 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 തന്ന താനനനാനനനനനന തനനനനനന തനനനനി തരതാ. പഠിച്ചില്ലേ? ഞാൻ മുട്ടി മൈ ഗൂഗിൾ പേ നമ്പർ ഞാൻ പേഴ്സണൽ തരാം. ഗൂഗിൾ പേ അതല്ല, നിങ്ങൾ ഓരോന്ന് പഠിപ്പിച്ചിട്ട് ഈ പെണ്ണിന്റെ ദേഹം മൊത്തം കൊള്ളായിരുന്നു. അവിടെ കൊടുങ്കാറ്റടിച്ചോ? അല്ലല്ല, ബാർട്ടർ സമ്പ്രദായമായിരുന്നു. അവിടെ ഇവിടെ തുപ്പും, എല്ലാം തുപ്പും, ആരെ തുപ്പും. റാഫി തുപ്പാനെ പറഞ്ഞു, ഡയാന തുമ്മി. അലീന യാ, ഒരു ഇത് നമ്മളെല്ലാരും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുണ്ട് സ്റ്റേജിന്. നമ്മുടെ ഇവിടുന്ന് സാധാ ആളെ ആരെങ്കിലും ഒന്ന് സത്യം. പിന്നെ ആർക്കാണ് മിമിക്രി ചെയ്യാൻ റാഫി ചേട്ടൻ ഒന്ന് പഠിപ്പിച്ചു? മിമിക്രി അത് അവിടെ ഒരാളെ ചൂണ്ടിക്കാണിച്ചു. ആര് വന്നോളൂ. സുന്ദരികളെ തിരഞ്ഞെടുക്കും. നിങ്ങൾക്കുള്ള അവസരമാണ്. സുന്ദരികളെ എനിക്കതാണ് ഇഷ്ടം. എനിക്കിഷ്ടം സുന്ദരികളെ. കടന്നു വരിക. ഹലോ, അങ്ങോട്ട് പോകണം. നിങ്ങൾ ഇതൊരു അവസരമാക്കി എടുക്കണം. ഒരാള് ആ ചേച്ചി നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് കൊടുക്കുന്ന ശബ്ദം വളരെ സിമ്പിൾ ആണ്. ഒന്ന് ബസ് ഓടിച്ച് കളിക്കല്ലേ ചെറുപ്പത്തിലൊക്കെ? ഓടിച്ചേ. അന്ന് താളത്തിൽ ഓടിച്ച് ആക്ഷൻ മൈക്കൽ ശബ്ദം വരണം. ഞാൻ മൈക്ക് പിടിച്ചു ബസ് ഓടിച്ചോ. മുറിച്ചേക്കെ. ബസ് ഓടിച്ചാ മതി. ബസ് ഓടിച്ചോ. എന്നിട്ട് ആ ബസിന്റെ ഹാൻഡിൽ മാറ്റി. കമ്പിയാണ് മുറിക്കുന്നത്, അതാണ് വേറെ ശബ്ദം വേറെ വരുന്നത്. കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി മേലെ വിളിച്ചേക്കരുതെന്നാണോ? അല്ല, ഇതുപോലൊരു വേദിയില് നമുക്ക് ആദ്യമായിട്ടാണ് 10 പേർക്കും ഇങ്ങനെ ഒരു അവസരം തന്നത്. അതിന് വളരെ വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. പഠിപ്പിക്കേണ്ടത് ഹലോ അളിയാ, മതി. അങ്ങ് പറഞ്ഞു അല്ല, ഈ ഇടവേള റാഫി പാലാജോബിയായി മാറുന്ന കാര്യം. ഒരു എപ്പിസോഡ് ഫുള്ളിരുന്ന് കയറി മിമിക്രി പഠിപ്പിക്കും. അതാണ് ഇപ്പൊ നടത്തിയ പെർഫോമൻസ് അല്ല, നേരത്തെ കാണിച്ച സ്കിറ്റിന് എത്ര കിട്ടിയെന്ന് അറിയണ്ടോ? തീർച്ചയായിട്ടും അറിയണം. അതാണ് പ്രതീക്ഷ. അത് ഇടയ്ക്ക് വിട്ടുപോയി. ശരിയാ. വേറെ റൂട്ടിലേക്ക് ആയിപ്പോയി. എന്നാ റൂട്ട് തിരിച്ച് നമുക്ക് ബസ് ഇവിടെ കൊണ്ടുവരാം. തീർച്ചയായിട്ടും നമുക്ക് പൈസ എത്ര കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 6,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളിൽ അത്രയും എന്താ പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ആസ് എ ക്യാരക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും അടുത്ത പിടിക്കാം. അത്രേ ഉള്ളൂ. നല്ല എനർജിയാണ്. എന്തായാലും ആ പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന പരിപാടിയായിട്ട് പോയായിരുന്നു. ക്രെഡിറ്റ് ആയി. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഓക്കെ, ഇനി ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അതിന് മുമ്പ് ചേച്ചി പാട്ട് പാടുന്നാണല്ലോ ഞാൻ കേട്ടത്. നാടൻപാട്ടിന്റെ ട്രൂപ്പ് ഉണ്ട് എനിക്ക്. പഴയന്നൂർ പടയോട്ടെന്നാണ്. റാഫിഖാന്റെ ട്രൂപ്പിൽ പോവാറുണ്ട്. ആണ്. അപ്പൊ ഇത്രയും വലിയൊരു കലാകാരി ഇവിടെ ഉള്ളപ്പോ നമുക്ക് പാട്ടൊക്കെ കേൾക്കണ്ടേ? പിന്നെ പക്ഷെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് ചേച്ചിയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ശരി. അപ്പൊ ചേച്ചി ഒന്ന് ഹാപ്പിയായി പ്രിപ്പയർ ചെയ്ത് വന്നാൽ മതി. ഓൾറൈറ്റ്, നാടൻ പാട്ട് നമുക്ക് കേൾക്കാം. നമുക്ക് എന്നാ ഒരു ബ്രേക്ക് എടുത്താലോ? ഞാനൊരു കാര്യം പറയട്ടെ. ഓ, പറഞ്ഞോടാ. ബ്രേക്ക് എടുക്കണോ? ചേട്ടൻ എടുത്ത് അവിടെ വെച്ചാ പോരെ? ഇടവേള റാഫിനെ എടുത്ത് വെച്ചിട്ട് ഇടവേള പറയാനാണോ? പ്രിയ സുഹൃത്തുക്കളെ,